എത്ര വലിയ മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി പെട്ടെന്ന് നീളത്തിന് ഉള്ളോട് കൂടി വളരാനുള്ള ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി ദീപു വ്ളോഗ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ പച്ച കളറുള്ള ഞെട്ട് ഭാഗം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ആ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിൻ്റെ ഇല നമുക്കൊരു കൈപ്പിടി അളവിന് നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഹെയറിന് എത്രത്തോളമാണ് ആവശ്യം അത്രയും നമുക്ക് എടുക്കാവുന്നതാണ് ഓരോ ഇൻഗ്രീഡിയൻറ്റും. പിന്നെ ഈ ഒരു ചെമ്പരത്തിയിലേക്ക് എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വേപ്പിലയില്ലേ, വേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നല്ല തളിരില നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2-3 തണ്ടൊക്കെ മതിയായിരിക്കും. പിന്നെ വേപ്പില ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം അങ്ങാടിക്കടയിലൊക്കെ വേപ്പിലയുടെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പാക്കറ്റിൽ. അപ്പോൾ അതായിരുന്നാലും മതി. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തലേ ദിവസം ഇത് അരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് നോർമൽ വാട്ടറല്ല, നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമുക്കിത് അരയ്ക്കാനായിട്ട് ആവശ്യം. ആ കഞ്ഞിവെള്ളത്തിൽ ഒരു 2-3 സ്പൂണ് ഉലുവയുടെ പൊടിയിട്ട് കുതിർത്തിട്ട് ആ ഒരു വെള്ളമാണ് നമ്മളിത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതുപോലൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു പഴയ തോർത്തിലോ വെച്ച് നന്നായിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ താളിയൊക്കെ ഉപയോഗിക്കുന്നത് സാധാ എന്താ പറയുക, ചെമ്പരത്തി പൂവും ചെമ്പരത്തിയിലൊക്കെ മാത്രമായിട്ടല്ലേ നിങ്ങൾ താളിയായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ രീതിക്ക് നിങ്ങൾ ഒറ്റ തവണ ഹെയർ പാക്ക് തയ്യാറാക്കി ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ശരിക്കും ഈ ചെമ്പരത്തി ഇലയും പൂവൊക്കെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഹെയറിലുണ്ടാവുന്ന എന്താ പറയുക ഡ്രാൻഡ്രഫ്, അതുപോലെ തന്നെ ലേസൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും എന്താ പറയുക മുടി നല്ല നീളത്തിന് കട്ടിയോടുകൂടി വളരാനും ഒക്കെ അടിപൊളിയാണ്. അത് മാത്രമല്ല തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും നല്ലതാണ്. ഇനി ഈ ഒരു പാക്ക് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ എടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത ശേഷം മാത്രം ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഈ ഹെയർ പാക്ക് എന്നല്ല, ഏതൊരു പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ നല്ലതായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പം അങ്ങനെ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ എണ്ണ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ തലമുടിയൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ സ്കാൽപ്പിലാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചിരുന്നാൽ മതിയാകും. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ടൈമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും താരനും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളോടെ കരുത്തോടെ നീളത്തിൽ വളരാനായിട്ട് ഈ ഒരു പാക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.